അച്ഛന് നിങ്ങളോട് ആവർത്തിച്ചോർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, രക്ഷ പ്രാപിക്കാൻ നിങ്ങൾ ഒന്നും എടുത്തു കളയേണ്ടതില്ല. എഴുതി വെച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വചനം പറഞ്ഞിട്ടുള്ളത്, കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കുക, അവനോട് ചേർന്ന് നിൽക്കുക, അവനെ അള്ളിപ്പിടിക്കുക, അവന്റെ നാമം വിളിച്ചപേക്ഷിക്കുക. ആകാശത്തിന് കീഴെ മനുഷ്യരാശിക്ക് വേണ്ടി, ഈ ഭൂമിയിൽ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുനാമമല്ലാതെ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ, ഈശോയേ. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽ നീ എല്ലാ ഭയങ്ങളിലും, നിനക്ക് യഥാർത്ഥത്തിൽ ദൈവഭയമുണ്ടെങ്കിൽ നീ ഈ ലോകത്തെയോ അതിലുള്ള മനുഷ്യരെയോ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രക്ഷ പ്രാപിക്കാൻ നീ എടുത്തു കളയേണ്ടത് ഈ ഭൂമി ചുറ്റുപാടുള്ളവരല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ചുറ്റുപാടും അന്യമതസ്ഥകൾ, അല്ലെങ്കിൽ അവരുടെ ആരാധനാ കേന്ദ്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല എടുത്തു മാറ്റേണ്ടത്. എടുത്തു മാറ്റേണ്ടത് നിന്റെ ഉള്ളിലുള്ള പാപമാണ്. ഈശോ എടുത്തു മാറ്റാൻ പറഞ്ഞിരിക്കുന്നത് ഉള്ളിലുള്ള പാപത്തെയാണ്, പാപത്തോടുള്ള സ്നേഹത്തെയാണ്. എടുത്തു മാറ്റേണ്ടത് തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുക. ഒരാൾ വീട് പൊളിച്ചു പണിയാൻ തയ്യാറാണ്. അച്ഛ, വീട് പൊളിച്ചു പണിയാൻ തയ്യാറാണ്, അച്ഛൻ പറഞ്ഞാൽ മതി. അച്ഛൻ പറഞ്ഞു, ചേട്ടൻ വീടൊന്നും പൊളിച്ചു പണിയണ്ട, ആ കള്ളുകൂടി ഒന്ന് നിർത്തിയാൽ മതി. അയ്യോ അച്ഛൻ അത് പറയരുത്. വാതിലിരിക്കുന്ന സ്ഥലത്ത് ജനലെടുത്ത് വെക്കാനും, ജനലിരിക്കുന്ന സ്ഥലത്ത് വാതിലെടുത്ത് വെക്കാനും ചേട്ടൻ തയ്യാറാണ്. അതൊന്നും മാറ്റണ്ട, സ്വഭാവം മാറ്റിയാ മതി. സ്വഭാവം മാറ്റാൻ പ്രയാസമാണ്. അടുക്കള ഇരിക്കുന്ന സ്ഥലത്ത് ബെഡ്റൂം ഇരിക്കുന്ന സ്ഥലത്ത് അടുക്കളയും കൊണ്ടുവച്ചാൽ നീ രക്ഷപ്പെടൂ? ഇല്ല. നീ രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഹൃദയത്തിലുള്ള സ്ഥാനങ്ങൾ മാറ്റണം. ഹൃദയത്തിന് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതെ, ഈ ലോകത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ഈ ഭൂമിയിലുള്ള വീടിന്റെ സ്ഥാനം മാറ്റിക്കളിക്കുന്ന മരമണ്ടന്മാരായി മാറുകയാണ് വിശ്വാസികൾ എന്ന് പറയുന്ന നമ്മൾ. ബുദ്ധി കൂടുന്നു, അറിവ് കൂടുന്നു, പണം കൂടുന്നു, അതിന്റെ കൂടെ ബോധക്കേട്, വിവരക്കേട് കൂടുന്നു. അന്ധവിശ്വാസങ്ങൾ, അവതാരണ